ഫലസ്തീൻ അനുകൂല ജൂത വിരുദ്ധ പ്രക്ഷോഭം നടത്തിയ അമേരിക്കൻ കുടിയേറ്റക്കാരെ രാജ്യത്ത് നിന്ന് പുറത്താക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രസ്താവിച്ചു. ജൂത വിഭാഗങ്ങളും അറബ് വംശജരും നിത്യേന ഏറ്റുമുട്ടുന്ന ഒരു സ്ഥിതിയിലേക്ക് അമേരിക്കയുടെ രാഷ്ട്രീയം മാറിയിരിക്കുകയാണ്. പാലസ്തീൻ അനുകൂലമായിരിക്കുന്ന പ്രക്ഷോഭങ്ങളും സമരങ്ങളും കോളേജിലും സ്കൂൾ തലത്തിലും വലിയ രീതിയിൽ ഇപ്പോൾ നടന്നു വരികയും അതോടനുബന്ധിച്ച് തന്നെ വലിയ അക്രമ രീതികളൊക്കെ ഉണ്ടാവുകയും ചെയ്യുന്ന റിപ്പോർട്ട് സർക്കാരിൽ എത്തിയിരിക്കുന്നു എന്നാണ് ട്രംപ് പറയുന്നത്. ജൂത വിദ്യാർത്ഥികളുടെ പരാതികൾ ഗൗരവത്തിലെടുക്കുമെന്നും അവരുടെ പരാതികളുടെ എണ്ണം നിത്യേന കൂടി വരികയും ചെയ്യുന്നു. സുരക്ഷിതമായ രീതിയിൽ ജൂത വിഭാഗത്തിന് അല്ലെങ്കിൽ ജൂത പൗരന്മാർക്ക് അമേരിക്കയിലൂടെ നടക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ അവർക്ക് സ്വതന്ത്രമായിരിക്കുന്ന ഒരു നിലപാടെടുക്കാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് മാറിയിരിക്കുന്നു. പാലസ്തീൻ അനുകൂലികളായിരിക്കുന്ന ആളുകളുടെ പ്രക്ഷോഭങ്ങളും സമരങ്ങളും നിത്യ കാഴ്ചയായി അമേരിക്കയിൽ മാറിയത് വലിയ രീതിയിലുള്ള സുരക്ഷാ ഭീഷണി ഉണ്ടാക്കുന്നു. അപ്പൊ ഇങ്ങനെ തുടങ്ങുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ. അപ്പൊ ജൂത വിഭാഗങ്ങളൊക്കെ ഏറ്റുമുട്ടുന്നത് പല ഘട്ടങ്ങളിലും നമ്മൾ ഈ പ്രകടനമായിട്ടൊക്കെ കണ്ടതാണ്. വീഡിയോ ഒക്കെ ഒരുപാട് അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ പാലസ്തീൻ അനുകൂലമായിരിക്കുന്ന സമരം നടന്ന രാജ്യങ്ങളൊന്ന് അമേരിക്കയാണ്. ബ്രിട്ടൻ കഴിഞ്ഞാൽ അമേരിക്കയിലാണ്. 4 മുതൽ 5 ലക്ഷത്തോളം ആളുകൾ സംഘടിച്ചു കൊണ്ടുള്ള സമരങ്ങൾ പോലും പാലസ്തീൻ അനുകൂലമായിട്ടും ജൂത വിരുദ്ധരായിട്ടും ഇസ്രായേൽ വിരുദ്ധമായിട്ടും അമേരിക്കയുടെ പല നഗരങ്ങളിലും പല ഘട്ടങ്ങളിലായിട്ട് നടന്നിട്ടുണ്ട്. ഇതിനോടനുബന്ധിച്ച് ജൂത വിഭാഗങ്ങൾ ഏറ്റുമുട്ടുകയും പല രീതിയിലുള്ള വിഷയങ്ങളും കേസുമായിട്ട് ബന്ധപ്പെട്ട പരാതികളും ഉണ്ടായിട്ടുണ്ട്. അതങ്ങനെ മേഖലയിൽ നിന്ന് മാറി അത് പഠിക്കുന്ന വിദ്യാലയത്തിലേക്ക് അല്ലെങ്കിൽ കലാലയത്തിലേക്ക് എത്തിയിരിക്കുന്നു. സ്കൂൾ തലത്തിൽ, കോളേജ് തലത്തിൽ, യൂണിവേഴ്സിറ്റി തലത്തിലൊക്കെ പാലസ്തീൻ അനുകൂലമായിരിക്കുന്ന വിഭാഗങ്ങളും അതോടൊപ്പം തന്നെ പാലസ്തീന്റെ കൊടികളും ഇസ്രായേലിന്റെ കൊടികളും കാണാൻ വേണ്ടി സാധിക്കും. ഇവർ പല ഘട്ടങ്ങളിലും ഏറ്റുമുട്ടുകയും വലിയ രീതിയിലുള്ള വിഷയങ്ങളും പ്രശ്നങ്ങളും കോളേജിന്റെ അകത്ത്, ക്യാമ്പസിന്റെ അകത്തൊക്കെ ഉണ്ടാക്കുന്നത് കാണാൻ പറ്റും. പല കേസുകളും എടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ വിഷയകാര്യങ്ങൾ ഉണ്ടാക്കുന്നതിൽ നല്ലൊരു വിഭാഗം കുടിയേറ്റക്കാരാണ്. മറ്റ് രാജ്യത്തിൽ നിന്ന് പഠിക്കാൻ വേണ്ടിയിട്ടോ അതല്ലാത്ത തൊഴിൽ സംബന്ധമായ കാര്യത്തിനോ എത്തുന്നവരാണ്. അവർ പറയുന്ന കാര്യം ക്യാമ്പസിൽ നിന്ന് ഇത്തരം വിഷയങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ആളുകളുടെ വിസ റദ്ദാക്കിക്കൊണ്ട് നാട്ടിലേക്ക് തിരിച്ചയക്കും. ജോലി സംബന്ധമായിരിക്കുന്ന വിഷയത്തിൽ നിന്ന് അവരെ ജോലിയിൽ നിന്ന് ജോലി അവസാനിപ്പിച്ചുകൊണ്ട് വിസ എക്സിറ്റ് അടിച്ചുകൊണ്ട് നാട്ടിലേക്ക് വിടുന്ന സംവിധാനം. അമേരിക്കൻ പൗരന്മാരല്ലാത്ത ജൂത വിരുദ്ധരെ പുറത്താക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. കുടിയേറ്റവുമായി ബന്ധപ്പെട്ടാണ് ഏറ്റവും കൂടുതൽ വിഷയങ്ങളും കാര്യങ്ങളും ഈ മേഖലയിൽ നിലനിൽക്കുന്നത്. അതായത് ഇതിപ്പോ മുൻ പ്രസിഡന്റ് ആയിരിക്കുന്ന ജോ ബൈഡൻ പറയാത്ത കാര്യമാണ് ഇപ്പോഴത്തെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ഏറെക്കുറെ പലസ്തീന് ഇസ്രായേലിന് അനുകൂലമായിരിക്കുന്ന നിലപാട് സ്വീകരിക്കുന്ന ജോ ബൈഡൻ ഒരിക്കൽ പോലും ഇസ്രായേൽ ഫലസ്തീൻ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടും സമരവുമായി ബന്ധപ്പെട്ടും ആ രാജ്യക്കാരല്ലാത്ത കുടിയേറ്റക്കാരെ വിസ ക്യാൻസൽ ചെയ്തുകൊണ്ട് രാജ്യം വിട്ടുപോകുന്ന അല്ലെങ്കിൽ രാജ്യത്ത് പുറത്താക്കുന്ന ഒരു സംവിധാനം ഉണ്ടാക്കുമെന്ന് ഇലക്ഷൻ പ്രചരണത്തിന്റെ സമയത്തോ ഇലക്ഷൻ ശേഷമോ ഇലക്ഷന് മുൻപോ അദ്ദേഹം പറയാത്ത കാര്യമാണ്. എന്നാൽ ഈ കാര്യത്തെക്കുറിച്ചുള്ള ഒരു സൂചന മാത്രമാണ് തെരഞ്ഞെടുപ്പ് സമയത്ത് നടത്തിയത് എന്നുള്ളതും ഇപ്പോഴാണ് ഒരു പ്രഖ്യാപനമായിട്ട് വന്നിരിക്കുന്നത് എന്നുള്ളതുമാണ്. അമേരിക്കൻ പൗരന്മാരായിരിക്കുന്ന മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ 95% ഈ പ്രാവശ്യം വോട്ട് രേഖപ്പെടുത്തിയത് ട്രംപിന് വേണ്ടിയിട്ടാണ്. ബൈഡനെതിരെ ട്രംപിന്റെ വിജയമാണ്. അതിന് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത് താൻ അധികാരത്തിലേറി കഴിഞ്ഞാൽ 24 മണിക്കൂർ കൊണ്ട് 2 യുദ്ധം അവസാനിപ്പിക്കുമെന്ന് ഇലക്ഷൻ പ്രചരണത്തോടനുബന്ധിച്ച് ട്രംപ് പറഞ്ഞിരുന്നു. ഫലസ്തീൻ ഇസ്രായേൽ യുദ്ധവും അതോടൊപ്പം തന്നെ റഷ്യൻ ഉക്രൈൻ യുദ്ധവും അവസാനിക്കാനുള്ളതാണ് താൻ അധികാരത്തിലേറി വല്ലാതൊന്നും കഴിയുന്നതിന് മുമ്പ്. അപ്പൊ ഫലസ്തീന് നേരെ വംശീയ ഹത്യ ഇസ്രായേൽ നടത്തുന്നു എന്നതുമായി ബന്ധപ്പെട്ട് വലിയ പ്രക്ഷോഭങ്ങൾ ലോകത്ത് ഉടനീളം ഉണ്ടാകുമ്പോൾ അമേരിക്കക്ക് കിട്ടിയിരിക്കുന്ന അല്ലെ അമേരിക്കൻ പൗരന്മാർക്ക് കിട്ടിയിരിക്കുന്ന ഒരു അവസരമാണ് ഇതിന് അനുകൂലമായ രീതിയിൽ, അതായത് ഫലസ്തീൻ അനുകൂലമായ രീതിയിലും ഇസ്രായേൽ വിരുദ്ധമായ രീതിയിലുള്ള നിലപാട് സ്വീകരിക്കുന്ന ട്രംപിന് അധികാരത്തിൽ ഏറ്റുക എന്നുള്ളത്. ആ കാര്യത്തിൽ വിജയിച്ചിട്ടുണ്ടെങ്കിലും ട്രംപ് പൊടുന്നതിന് നിലപാട് മാറ്റുകയായിരുന്നു. പാലസ്തീൻ അനുകൂലമായിരിക്കുന്ന നിലപാടിൽ നിന്ന് വ്യത്യസ്തമായി പാലസ്തീൻ വിരുദ്ധവും അതോടൊപ്പം തന്നെ ഇസ്രായേൽ അനുകൂലമായിരിക്കുന്ന നിലപാടിലേക്ക് പോകുന്നു എന്ന് ചൂണ്ടിക്കാണിക്കുന്നത് കുടിയേറ്റവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. കുടിയേറ്റത്തിന് എല്ലാ കാലത്തും എതിരുള്ള ഒരു വ്യക്തിയാണ് ഇപ്പോഴത്തെ നിലവിൽ അധികാരത്തിൽ വന്ന ട്രംപ് എന്നുള്ളത് ലോകത്തിന് അറിയാവുന്നതാണ്. എന്നാൽ പറഞ്ഞ വാക്കുകളൊക്കെ സാധാരണഗതിയിൽ പാലിക്കാറുണ്ട്. ഈ ഒരു തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞ വാക്കുകൾ പാലിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല.
അതാണ് ഇപ്പോൾ 24 മണിക്കൂർ കൊണ്ട് യുദ്ധം അവസാനിക്കൂ എന്ന് പറയുന്ന ഉക്രൈൻ ഇപ്പോൾ ഒരാഴ്ച ആയിട്ടും അല്ലെങ്കിൽ ഒരുപാട് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും ആ യുദ്ധം അങ്ങനെ തന്നെ തുടരുന്നു എന്ന് മാത്രമല്ല ചില മേഖലകളിൽ ഇപ്പോൾ റഷ്യക്കാണ് വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടായിരിക്കുന്നത് എന്ന റിപ്പോർട്ടും പുറത്തു വരുന്നു. ഉക്രൈനെ സംബന്ധിച്ചിടത്തോളം ഉക്രൈൻ ചെയ്യുന്ന യുദ്ധങ്ങളെല്ലാം അവരുടെ ആയുധങ്ങളും സാമ്പത്തികപരമായിരിക്കുന്ന എല്ലാ സഹായങ്ങളും നൽകുന്നത് അമേരിക്കയാണ്. അമേരിക്ക അങ്ങനെയൊക്കെ തന്നെ അനുകൂലപരമായിരിക്കുന്ന സഹായങ്ങൾ നൽകിയിട്ടും റഷ്യയുടെ സൈന്യത്തിന് മുൻപിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു എന്ന റിപ്പോർട്ടും ഇതിനോടനുബന്ധിച്ച് പുറത്തു വരികയാണ്. എന്നാൽ ഈ പ്രക്ഷോഭവുമായിട്ട് ബന്ധപ്പെട്ട ചില വിദ്യാർത്ഥികൾ പറയുന്നത് തങ്ങൾ ഫലസ്തീന് അനുകൂലമാണ്, പക്ഷേ ഹമാസിനെ അല്ല തങ്ങൾ അനുകൂലിക്കുന്നത്. ഹമാസുമായിട്ട് ബന്ധപ്പെട്ട ഒരു പരാമർശം ഇതിനോടനുബന്ധിച്ച് ട്രംപ് നടത്തിയിരുന്നു. ഫലസ്തീന് അനുകൂല, ഹമാസ് അനുകൂല നിലപാടുകൾ ഇത് രണ്ടെണ്ണാണ് എന്നാണ് ചില ഫലസ്തീൻ വിദ്യാർത്ഥികൾ പറയുന്നത്. അവർ പറയുന്നത് തങ്ങൾ ഫലസ്തീന് വേണ്ടിയിട്ടാണ് യുദ്ധം ചെയ്യുന്നത്, ഫലസ്തീന് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത്, പ്രക്ഷോഭം സമരം നടത്തിയ ഫലസ്തീന് വേണ്ടിയിട്ടാണ്, ഹമാസിന് വേണ്ടിയിട്ടല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു സ്വതന്ത്ര രാഷ്ട്രം ഉണ്ടാവുക എന്നുള്ളത് സ്വതന്ത്രമായി ചിന്തിക്കുന്ന ഏതൊരു പൗരന്റെയും ആവശ്യമാണ്, അല്ലെ ആഗ്രഹമാണെന്നിരിക്കെ അതിനെ ചോദ്യം ചെയ്യുന്ന പ്രവൃത്തികൾ ഒരിക്കലും ഉചിതമല്ല, ശരിയല്ല. അതുകൊണ്ട് ട്രംപ് ഈ നിലപാടിൽ നിന്ന് മാറി നിൽക്കുകയും നിലപാട് മാറ്റിപ്പറയുകയും വേണം എന്നുള്ളതാണ്. ട്രംപ് ഈ നിലപാട് കടുപ്പിച്ചിരിക്കുന്നു എന്നുള്ളതും എക്സിക്യൂട്ടീവ് ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നു എന്നുള്ള വിവരങ്ങളൊക്കെയാണ് പുറത്തു വരുന്നത്. എന്നാൽ നടപടിക്രമത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിട്ടില്ല എന്നുള്ളതും നടപടിക്രമവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് കുറെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട സർക്കാർ തലത്തിൽ നിന്ന് ഇനിയും ഒരുപാട് നിലപാടുകളും നിയമ വിഷയങ്ങളും ഉണ്ടാവേണ്ടതുണ്ട്. ആയതിനാൽ അതിന്റെയൊക്കെ പരിസമാപ്തിയിൽ മാത്രമേ നടപടിയിലേക്ക് നീങ്ങൂ എന്നുള്ളതും, അതോടൊപ്പം തന്നെ ചില വിഭാഗങ്ങൾ പറയുന്ന വിദ്യാർത്ഥികൾക്കിടയിൽ അങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ ആശയവിനിമയപരമായ രീതിയിൽ അവസാനിപ്പിക്കുകയാണ് വേണ്ടത്. അല്ലാതെ ഒരു വിഭാഗത്തെ പിടിച്ചിട്ട് നാട് കടത്തുന്നത് ഉചിതമായിരിക്കുക കാര്യമല്ല. കാര്യം മറ്റുള്ള ലോക രാജ്യങ്ങളിൽ നിന്നെല്ലാം പഠിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ജോലി സംബന്ധമായിരിക്കുന്ന കാര്യത്തിന് വലിയ രീതിയിലുള്ള പണം നൽകി എത്തിയവരെ ഒരു സുപ്രഭാതത്തിൽ ഒരു രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുന്നവർക്ക് അനുകൂലമായ രീതിയിൽ സംസാരിച്ചു അല്ലെങ്കിൽ പ്രസംഗിച്ചു അല്ലെങ്കിൽ സമരം നടത്തി എന്ന് പറഞ്ഞുകൊണ്ട് രാജ്യത്ത് പുറത്താക്കുന്നത് അമേരിക്കയുടെ മഹത്തായ ജനാധിപത്യ ക്രിയയ്ക്ക് വിരുദ്ധമായിരിക്കുന്ന പ്രവൃത്തിയാണ്. ഒരു ഏകാധിപത്യ സ്വരത്തിലൂടെ ട്രംപ് സംസാരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ട്രംപിന്റെ നിലപാടിനെതിരെ പ്രതിഷേധിക്കുന്നവരും യഥാർത്ഥത്തിൽ അമേരിക്കയിൽ ഇപ്പോൾ കൂടിക്കൂടി വരികയാണ്.